കപ്പ ബിരിയാണിയോ ഉണ്ടാക്കാമോ? അമ്മ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളണേ, ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്തോളണേ. എല്ലാവരും വാങ്ങി ഉണ്ടാക്കി കഴിക്കണേ. അപ്പോൾ ഞാൻ ആദൂസിന് വേണ്ടിയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു പ്രഷർ കുക്കർ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ശേഷം എണ്ണ തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അത് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തു. അതും ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ശേഷം കുറച്ച് സവാള, ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിനുശേഷം 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട് വെച്ചു. അതേസമയം അടുത്ത അടുപ്പിൽ തന്നെ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടികൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിനുശേഷം 1/2 സ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചത്, അതും ഇട്ട് ഇളക്കിയതിന് ശേഷം ആ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കൂടി തട്ടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. നമ്മളിതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നാരങ്ങ നീര് ഒഴിക്കുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് രമ്പയില കൂടെ ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു 7-8 വിസിൽ കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതേസമയം കപ്പ അപ്പുറത്തിരുന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഞാൻ നന്നായിട്ട് വേവിച്ചു. കപ്പ പെട്ടെന്ന് വേവുന്ന ടൈപ്പാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കുക്കറിൽ വിസിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിതാ ഇതുപോലൊരു ചട്ടി വെച്ച് കൊടുത്തു. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാനായിട്ടാണ്. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് കടുകിട്ടൊന്ന് നന്നായിട്ട് പൊട്ടിച്ചു. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഞാനിതിലേക്കിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തവി മാറ്റാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം അത് വാങ്ങി വെച്ചു. ശേഷം ഈ വെന്ത ബീഫ് ഇതിലോട്ട് തട്ടി ഇങ്ങനെ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു കളറൊക്കെ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വറ്റാനായിട്ട് ഒന്ന് കുറുകാനായിട്ട് ഞാൻ വെച്ചു. ശേഷം വാർത്ത് വെച്ചേക്കുന്ന കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല സ്മെല്ലാണ് ഇപ്പോൾ ചുറ്റും. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി പിന്നെ ആ ഒരു മൂപ്പിച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആ ദിവസം ടേസ്റ്റ് ചെയ്യുകയാണ്. ആ ദിവസത്തിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാനും കഴിച്ചു കേട്ടോ. കൊള്ളാം, സംഭവം കൊള്ളാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.